കേൾക്കുന്നില്ലല്ലോ. ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയില്ല. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Once again, good afternoon. Once again, good afternoon to all, and very happy to see you all again. Okay. Okay. So, നിങ്ങളുടെ second class ആണോ? അതെ, സെക്കൻഡ്. Okay. So, prayer ready? Ready, ma'am. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടോമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ.
Very nice. Thank you, ma'am. Thank you. Okay, so what's next? ഇന്നൊരു ബാച്ചിൽ ന്യൂസ് റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രേയർ, പിന്നെ സൈൻ ഇൻ, ശേഷം തോട്ട് ഫോർ ദ ഡേ, ന്യൂസ് റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോസിറ്റീവ് ന്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ. നല്ല വോയിസ് ആയിരുന്നു. ഓക്കെ, ഇനി ആരാ, എന്താ, വാട്ട് യു വാണ്ട് ടു ഷെയർ? തോട്ട് ഓഫ് ദ ഡേ മാം. യെസ് പ്ലീസ്. തോട്ട് ഓഫ് ദ ഡേ: ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്. ഡോക്ടർ അബ്ദുൽ കലാം. Okay, anything else? Who is going to do sign? Madam, sign in ചെയ്യാനുണ്ടേ. Okay, Okay, please. ഇന്ന് ഞാനൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി വിത്ത് എ മോറൽ. ഓക്കെ, നമ്മുടെ കഥയുടെ പേരാണ് 2 പൂച്ചകളും ഒരു കുരങ്ങനും. ഒരിടത്തൊരിടത്ത് 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. അവർ വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരിക്കൽ അവർക്ക് ഒരു അപ്പക്കഷ്ണം കിട്ടി. അത് പങ്കിടുന്ന സമയത്ത് ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവും കിട്ടി. അപ്പോൾ 2 പേരും ആ വലിയ കഷ്ണത്തിനായി അടികൂടിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുരങ്ങൻ അവിടെ നിപ്പുണ്ടായിരുന്നു. കുരങ്ങനൊരു ബുദ്ധി തോന്നി. കുരങ്ങൻ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിത് തുല്യമായി പങ്കിട്ട് നൽകാം. അവരും സമ്മതിച്ചു. തുല്യമാക്കാനായി കുരങ്ങൻ വലിയ കഷ്ണം കഴിച്ചു. അപ്പോഴും അത് തുല്യമായില്ല. വീണ്ടും മറ്റേ വലിയ കഷ്ണം കഴിച്ചു. അങ്ങനെ അവൻ പതിയെ പതിയെ മുഴുവൻ അപ്പവും അകത്താക്കി. പാവം പൂച്ചകൾക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തുണ്ടെങ്കിലും അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്കും നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, നോളജ് ഒക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം. സോ ടുഡേ സൈൻ ഇൻ ബൈ ഇറ്റ്സ് മീ സോന. Very nice, nice presentation, and the voice modulation was awesome. Thank you, ma'am. Thank you so much. ഇങ്ങനെ പോയ നമ്മുടെ ക്ലാസ് എന്താവും അല്ലേ? ഓക്കെ, എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഐ ഫീൽ വെരി എനർജി. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈവ് ക്ലാസ് ആണ്, ബട്ട് അതില് ലൈവ് പാർട്ടിസിപ്പേഷനും കൂടെ വരുമ്പോഴാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സിന്റെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ. സംടൈംസ് ഇറ്റ് വിൽ ബിക്കം റേഡിയോ, ചില സമയത്ത് റേഡിയോ പോലെ പോകും. നിങ്ങൾക്ക് ചിലപ്പോ ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആവുമ്പോൾ ഞാൻ തന്നെ പറയണതേ നടക്കുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ മാറി ഇങ്ങനെ ലൈവ് ആയിപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മളുടെ ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കി വെക്കാൻ നോക്കുക. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓൺ ചെയ്ത് സംസാരിക്കുക. നമ്മളുടെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാൾ സംസാരിക്കുക. നമുക്കത് മനസ്സിലാവില്ല ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പൊ ഫേസ് ടു ഫേസ് ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മിണ്ടാതിരിക്കാം എന്നുള്ളത് അറിയാം. പക്ഷെ ഇവിടെ ഇത് ഇച്ചിരി ആ ഒരു ലിമിറ്റേഷൻസ് വരും. പിന്നെ ലാഗ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന, അങ്ങനെ നെറ്റ്വർക്കിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. ബട്ട് നമ്മൾ അതൊക്കെ മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. എന്താ പറയാ, തടസ്സങ്ങൾ എപ്പോഴും നമ്മുടെ മാർഗത്തെ കൂടുതൽ മെച്ചമാക്കും എന്നാണ് തോന്നുന്നത്. സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഇതിനെപ്പറ്റി ചിന്തിക്കില്ല. ഒരു തടസ്സം വരുമ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാമെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, സോ അന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്നാലും കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടെന്ന് തോന്നുന്നു. ജയദേവ് സാറും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വരുന്നത്, ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ലൈക്ക് നമുക്ക് സബ്ജക്ട്സിന്റെ ഡിവിഷൻസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നമുക്ക് മോഡ്യൂൾ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ടെക്സ്റ്റ് അവൈലബിൾ എങ്കിലും അതിനെ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് നമ്മളുടെ മോഡ്യൂൾ 1-ന് 4 പാർട്ടുകളുണ്ട്. ഈ 4 പാർട്ടില് ഒന്നാമത്തെ പാർട്ട് 1-ലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആതിര മിസ് പാർട്ട് 2-ലെ ഫസ്റ്റ് യൂണിറ്റ് എടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ പാർട്ട് 1-ലെ, അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് ആ പാർട്ടിന്റെ പേര്, ടൈറ്റിൽ. അതിലെ യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മളുടെ ഈ പാർട്ട് 1-ല്, അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള പാർട്ട് 1-ല് 8 യൂണിറ്റ്സ് ഉണ്ട്. ഈ 8 യൂണിറ്റ്സും കൂടെ നമ്മൾ ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് സബ്ജക്റ്റിന്റെ പേര്.
സോ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഇതിൽ നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതിന്റെ ഹൈജീൻ, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ശരീരം വരുമ്പോൾ ഡെഫിനറ്റ്ലി മനസ്സും വരും അല്ലെ. ശരീരത്തിന്റെ മാത്രം ആരോഗ്യം നോക്കിയിട്ട് കാര്യമില്ല, മനസ്സ് ന്റെ ആരോഗ്യം കൂടെ നന്നായിരിക്കണം. ഞാന് രാവിലെ ഞാൻ മോളെ കൊണ്ട് ഒരു ഡെന്റിസ്റ്റിന് പോയപ്പോ ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു കനാല് കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കനാലാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കനാലിന്റെ കൈവരിയില് ഓരോരോ ബോർഡില് ഓരോ മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാലിന്യം വലിച്ചിടുന്നവര് ശിക്ഷാർഹരാണെന്നും പിന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മനസ്സ് വൃത്തിയായി നമ്മൾ വെച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു കേട്ടോ ആ ഒരു വാക്ക്. മനസ്സ് നല്ല ഹൈജീൻ ആയിരിക്കണം. എന്താ അതിന്റെ മീനിങ്? ഇങ്ങനെയാ നമ്മുടെ മൈൻഡ് ഹൈജീൻ ആക്കി വെക്കുന്നത്. മോശം ചിന്തകളൊന്നും ഇല്ലാതിരിക്കും, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതെ അതെ, നല്ല ചിന്തകൾ വരണം അല്ലെ നമ്മുടെ മനസ്സിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ആക്ഷൻസിലേക്ക് അത് വരുള്ളൂ. നമ്മൾ നല്ല ചിന്തകൾ വന്നപ്പോഴാണ് അത് ആക്ഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുള്ളൂ. നമ്മളിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രെയർ, സൂത്തിങ് വോയിസ്, നല്ല പ്രെയർ ആർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ആ ഒരു ഫീലോട് കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു കുളിർമ വരുന്നത് അല്ലെ. നമുക്കൊരു ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ തോട്ട് ഫോർ ദ ഡേ വന്നു APJ സാറിന്റെ. അത് കഴിയുമ്പോ നല്ലൊരു മോറൽ സ്റ്റോറി. ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പല രൂപത്തിലും പലയിടത്തും, പക്ഷെ അതിന്റെ ആ പ്രസന്റേഷൻ വന്നപ്പോ നമുക്കത് ഭയങ്കര ഒരു പുതുമ തോന്നി, ഭയങ്കര രസമായിട്ട് തോന്നി. നമുക്കും അതുപോലെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയൊക്കെ ഒരു ഫീല് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ ആരെങ്കിലും ഇതുപോലെ നമ്മുടെ അമ്മയോ അച്ഛനോ അമ്മയോ ആരെങ്കിലൊക്കെ ഇതുപോലെ കഥ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലെ ടീച്ചർമാര് കഥ പറഞ്ഞത് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ പോസിറ്റീവ് തോട്ട്സ് ആണ് വന്നത് അല്ലെ. മനസ്സ്, അതാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നിങ്ങൾക്കൊരു ചാപ്റ്റർ വരും. അപ്പൊ ഫസ്റ്റ് എന്താണ് ഹെൽത്ത്, ഫിസിക്കലി ഫിറ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ വെൽ ബീയിങ്, സന്തോഷം, സമാധാനം, സുഖം അതെങ്ങനെയായിരിക്കണം, അത് ഫസ്റ്റ് യൂണിറ്റ് വരുന്നു. സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ശരീരത്തിന്റെ ഹെൽത്തും അതിന്റെ ഹൈജീനും. പിന്നെ നിങ്ങൾക്ക് വരും ഫസ്റ്റ് എയ്ഡ് വരും, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വരും, പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന കോമൺ ഡിസീസസ്, പിന്നെ വരുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പിന്നെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, ചൈൽഡ് വെൽഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ, ഈ ഒരു സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള അതിലെ 8 സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ അറിയുന്നത്. പിന്നെ എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. മോണ്ടിസോറി മെത്തേഡിന്റെ കോർ ടോപ്പിക് പാർട്ട് 3 ആവുമ്പോഴാണ് വരുന്നതെങ്കിലും എന്താണ് മോണ്ടിസോറി മെത്തേഡ്, എങ്ങനെയാണ് നമ്മുടെ ഇത് ഒരു കോഴ്സിന്റെ രീതി, ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു. പ്രെയർ, തോട്ട്, ദെൻ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ക്ലാസ് തീരുമ്പോ എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ബൈ ഒക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഡേ കാണാമെന്നുള്ളൊക്കെ വിഷ് ഒക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു, സൈൻ ഔട്ട് ചെയ്തു പോകും അല്ലെ. പിന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ടാകും. എന്തെങ്കിലും ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാനുണ്ടാവും. യെസ്, ഞാനന്ന് അങ്ങനെ ചെയ്തു, എനിക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തു, നല്ലൊരു റെമഡി ആയിരുന്നു, ഐ എം ബാക്ക് ടു നോർമൽ എന്നൊക്കെ. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ആരുടെയെങ്കിലും കേസസോ, നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും കേസസോ ഒന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് ബെനിഫിഷ്യൽ ആകും, അവർക്കും മനസ്സിലാവുന്നു പല കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ പിന്നെ ഇത് കാണാതെ പഠിക്കുന്നതോ അങ്ങനത്തെ ഒരു കോഴ്സേ അല്ല. whatever we are learning, നമ്മൾ എന്താണോ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് അത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഓൾറെഡി നിങ്ങളൊക്കെ അതൊക്കെ അപ്ലൈ ചെയ്ത് തന്നെ പോകുന്നവരായിരിക്കാം. ബട്ട് നമുക്ക് കുറച്ചുകൂടെ അത് ലൈഫിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവുമായിരുന്നല്ലോ, ആ ഒരു അവയർനെസ് വി ആർ ഗെറ്റിംഗ്. എനിക്കും കിട്ടുന്നു, നിങ്ങൾക്കും കിട്ടും. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് ഞാനൊന്ന് എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഓൺ ദ വേ ആയിരിക്കും, വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അതിന്റെ PDF ഷെയർ ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ടൈറ്റിൽ നോക്കൂ, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. നമ്മളുടെ പണ്ട് കാലത്ത്, അതായത് വീട്ടിൽ പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അമ്മൂമ്മമാര്, മുത്തശ്ശിമാര്, അപ്പൂപ്പൻ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പലപ്പോഴും പല അസുഖങ്ങൾ വരുമ്പോൾ അവരുടെ ഒരു ചില ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യൂലേ. ബട്ട് മേ ബി അതിനകത്ത് എന്തോ ഒരു ഫാക്ട് ഉണ്ടാകും. അതുകൊണ്ട് അത് അവർ പറയുന്നതിൽ എന്തോ ഒരു ഫാക്ട് ഉണ്ട്. പലതും സയന്റിഫിക് ആണ്. ഈ ട്രഡീഷണൽ നോളജ് പലതും സയന്റിഫിക് ആണെന്ന് പ്രൂവ്ഡുമായിട്ടുണ്ട്. അവർ പറയുന്നതിൽ എന്തോ അർത്ഥങ്ങളുണ്ട്, എന്തോ കാര്യങ്ങൾ. ബ്ലൈൻഡ് ബിലീഫ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങളല്ല. ബട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പൊ പെട്ടെന്ന് ഗ്യാസിന്റെ പ്രോബ്ലം വരുമ്പോൾ അവർ പറയും ഇഞ്ചി ചതച്ച് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെ പറയില്ല. ഇഞ്ചിയും ഉപ്പും കൂടെ ചതച്ച് ആ നീരിറക്കുക എന്നൊക്കെ പറയില്ല. അപ്പൊ സം സയൻസ് ഈസ് ദയർ. ഓക്കെ, ആ ഒരു ഇത് ചെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു കെമിക്കൽ ആക്ഷൻ സംഭവിച്ചതിന്റെ ഭാഗമായിരിക്കാം ഈ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതങ്ങ് ചെല്ലുമ്പോഴേക്കും ആ ഒരു കെമിക്കൽ ആക്ഷനെ കുറച്ചൊന്ന് അത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ നമുക്കൊരു ആശ്വാസം കിട്ടും അല്ലെ. അങ്ങനെ പനി വരുമ്പോ ഇങ്ങനെ ചുക്ക് കാപ്പി, പനിക്കൂർ, തേയില എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, കുരുമുളകും ഒക്കെ കൂടെ ചതച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മളുടെ ശരീരം വേർക്കും. അപ്പൊ നമുക്ക് പനിയുടെ ഇത് കുറച്ച് കുറയും. അങ്ങനെ കുറെ കാര്യങ്ങൾ അവര് പറയുന്നതില് ഫാക്ട്സ് ഉണ്ട്, സയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് മോഡേൺ കൺസെപ്റ്റില് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് എന്ന് പറയുന്നത്? നമുക്ക് ടോപ്പിക്സിലേക്ക് കൂടുതൽ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാരും കൂടെ ഓണാക്കുമ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ലെറ്റ് ആരെങ്കിലും ഒന്ന് അനുവദിക്കും പറയാനായിട്ട്. ഞാൻ എന്താണ് ഹെൽത്ത്? മാം ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറയട്ടെ. ഹെൽത്ത് മീൻസ് നമ്മള് എങ്ങനെ തടി ആണെങ്കിലും തടി ഇല്ലെങ്കിലും നമ്മളുള്ള ശരീരത്തിലൊരു എന്താ അസുഖമൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യപരമായിട്ട് ഇരിക്കുക. ഇപ്പോഴത്തെ ലോകത്ത് പറഞ്ഞാല് ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ പല അസുഖങ്ങളും വളരെ ഏർലി ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് ഓവർ വെയിറ്റ് ആണെങ്കിലും തടി ഇല്ലാത്തവരിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്ര ഇതാണെങ്കിലും ആരോഗ്യപരമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുക. എന്തിനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തടി കേടാകാതെ സൂക്ഷിക്കുക. സഫീദ, എന്താ പേരെന്താ? സഫീദ ജാസ്മിൻ എന്നാണോ? ആ യെസ്. തടി കേടാകാതെ സൂക്ഷിക്കുക ചുരുക്കി പറഞ്ഞാൽ അല്ലെ. ആ ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? വേറെ ആർക്കാ പറയാനുള്ളത്? ഹെൽത്ത് എന്ന് പറഞ്ഞു നമ്മള് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല പോസിറ്റീവ് വൈബ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് എപ്പോഴും ഹെൽത്ത് കൺട്രോൾ ആയിട്ട് നിൽക്കും. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് തോട്ട്സോട് കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ആരോഗ്യമുള്ളതായിരിക്കും. സിജി പറഞ്ഞു. ഓക്കെ, ഇനി എന്താ പറയാനുള്ള ആർക്കെങ്കിലും? മാഡം, നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ഹലോ ഹലോ ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞോ. ഓക്കെ മാഡം, രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ഫിസിക്കലും നമ്മൾ മെന്റലിയും സോഷ്യലും ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് സന്തോഷവും സമാധാനവും മെന്റലി ഫിസിക്കലി നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കുകയും ചെയ്യണം. അതേസമയം നമ്മുടെ സോഷ്യൽ വെൽബീയിങ് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ഒരാൾ വന്നു താമസിക്കാൻ വന്നു, ഭയങ്കര ഹാപ്പി. പുതിയൊരു നൈബറെ കിട്ടി, കൊള്ളാലോ, സംസാരിക്കാനൊക്കെ നമ്മളൊരു വെൽക്കമിങ് സ്മൈലുമായിട്ട് ചെല്ലുവാ സംസാരം. അപ്പൊ അവരും മൈൻഡ് ചെയ്യുന്നില്ല, അവര് സംസാരിക്കുന്നില്ല, നമ്മളെ കാണുമ്പോൾ വാതിൽ കൊട്ടിയടയ്ക്കും. ദാറ്റ് മീൻസ് അവരുടെ സോഷ്യൽ ഹെൽത്ത് വളരെ ലോ ആണ്. അവർ ഇന്ററാക്ട് ചെയ്യുന്നില്ല ആളുകളുമായിട്ട് ടു സം റീസൺസ് വി ഡോണ്ട് നോ. അപ്പൊ നമ്മൾ സോഷ്യലി വെൽബീയിങ്, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് ആ സൊസൈറ്റിയിലെ പല രീതികൾക്കനുസരിച്ച് ആ സൊസൈറ്റിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റണം. ആ ഒരു കോമ്പാറ്റബിലിറ്റി, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് നടക്കണം. അതാണ് സോഷ്യൽ വെൽബീയിങ്, ആ ഒരു സന്തോഷം, സമാധാനം, സുഖം എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഓക്കെ, സംഗീതം എന്തോ പറയാൻ വരണ്ടായിരുന്നു. അതിന് മുമ്പ് ബിനു, ഹെൽത്ത് ഈസ് വെൽത്ത്. യെസ്, വെരി ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. ഹെൽത്ത് ഈസ് വെൽത്ത്.
കുറേ സ്വർണവും സമ്പാദ്യവും തന്നെയാണ്. യെസ് പ്ലീസ്. മാം, എനിക്ക് പറയാനുള്ളത് നമ്മള് നല്ല ഭക്ഷണം കഴിക്കുക ഒന്നാമത്തെ കാര്യം. പിന്നെ നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാവരോടും നല്ല ചിരിച്ച് സന്തോഷത്തോടുകൂടി സംസാരിക്കുക. ആരെ കണ്ടാലും നമ്മള് അതായത് നമുക്ക് പരിചയമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്യുക. പിന്നെ അവരോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു നെയ്ബർ പുതിയത് വന്നു. അവരിപ്പോ ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ കാണുമ്പോഴത്തേക്കും വാതിൽ കുട്ടി അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരോട് നമ്മള് നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ അവരെ ഒന്ന് പരിചയപ്പെടാനും അവരുടെ ഒരു എന്താ പറയാ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രമിക്കുക. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാവരോടും നമ്മൾ ചിരിച്ച് സംസാരിക്കുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ. ഓക്കെ, ഇനി എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ കാണുന്ന പേരുകളാട്ടോ വിളിക്കുന്നത്, അതല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ചിലപ്പോൾ മക്കളുടെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ പ്രൊഫൈൽ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. ഓക്കെ, ഹെൽത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ദിശ പ്ലീസ്? ഇതിനു മുന്നേ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷമുള്ള മുഖം കാണുമ്പോൾ നമ്മുടെ പകുതി അസുഖം മാറും എന്ന് പറയും. അതായത് ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ചിരിച്ചൊന്ന് വർത്താനം പറഞ്ഞാൽ നമ്മുടെ പകുതി അസുഖം അത് അവിടെ പോവും. അങ്ങനെ നമ്മളുടെ സന്തോഷം ബാക്കിയുള്ളവർക്ക് കൂടി സന്തോഷം, അപ്പൊ നമ്മുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആവും എന്നാണ് തോന്നുന്നത്. ജിഷ പറഞ്ഞാൽ ശരിയാട്ടോ. എനിക്കൊരു കാര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി, ഡോക്ടറെ കാണുമ്പോൾ എന്നുള്ളത് പറഞ്ഞത്. ഞാനിങ്ങനെ ഒരു ദിവസം എനിക്ക് മോർണിംഗ് എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കുളിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നു. എന്റെ നേവൽ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ബാക്കിലേക്കാണ് വന്നത്. എന്റെ ചേച്ചി നേഴ്സാണ്, ചേച്ചിയെ ഞാൻ വേഗം വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക, പെയിനിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. ആദ്യം റിനൈൽ സ്റ്റോൺ ആണെന്ന്, കിഡ്നി സ്റ്റോൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ ബാക്കിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട്. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോ നമുക്ക് അങ്ങനെ പെയിനുള്ള ഇഞ്ചക്ഷൻ നമുക്ക് അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടേ അവർ തരുള്ളൂ. ഒരു 10 മിനിറ്റ്സ് ആ ഒരു ടെസ്റ്റ് ഡോസ് തന്നിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ ഇഞ്ചക്ഷൻ വെച്ചു. എനിക്ക് പെയിൻ ഒന്ന് കുറഞ്ഞു, ഞാനങ്ങനെ ടയേർഡ് ആയിരുന്നുള്ളൂ. പിന്നെ അവർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് സ്കാനിങ്ങിന് ചെയ്യുക എന്നുള്ളത്. ആ ഹോസ്പിറ്റലിലെ സ്കാനിങ് അത് കംപ്ലൈന്റ് ആയതാണ്, പുറത്ത് ഒരു ലാബിലാണ് സ്കാൻ ചെയ്യാൻ വിട്ടത്. ഞാൻ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നു. അൾട്രാസൗണ്ട് സ്കാൻ ആണല്ലോ, നമ്മുടെ യൂറിൻ ഫുള്ളാക്കി ബ്ലാഡറിൽ വെക്കണമല്ലോ. അപ്പൊ അങ്ങനെ ചെന്നപ്പോഴേക്കും ആ സ്കാൻ ചെയ്യാൻ ആ ടേബിളിലേക്ക് കിടക്കാനായിട്ട് പോയപ്പോഴേ എനിക്ക് ആ ഡോക്ടറെ അങ്ങോട്ട് ഒന്നാമത് നല്ല പെയിനും ഉണ്ടായിരുന്നു, അതിന്റെ ടയർഡ്നെസ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഒരു ഒട്ടും പ്ലീസിങ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി ഡോക്ടർ. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കും, എന്റെ അവസ്ഥ ഇതായത് കാരണം എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും വിചാരിച്ചു. ബട്ട് ഈ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ ആളുടെ സംസാരമൊക്കെ ഭയങ്കര റഫായിരുന്നു. അപ്പൊ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ആ ടേബിളിൽ. അത് കഴിഞ്ഞിട്ട് ആദ്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു, പിന്നെ ഇന്റേണൽ സ്കാനിങ് ഉണ്ട്. അപ്പൊ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ആ ഒരു ഇതിനകത്ത്. ഞാനങ്ങനെ വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്കാനിങ്ങിന് വയ്ക്കുമ്പോൾ ഡോക്ടർ എന്നെ ഈ ഷൗട്ട് ചെയ്യുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, യൂറിൻ ബ്ലാഡർ എംപ്റ്റി ആയിട്ടില്ല, ഒന്നുകൂടെ പോവാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ ആ വാഷ്റൂമിലേക്ക് കയറിയിട്ട് എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ പിന്നെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂറോളജിസ്റ്റിനെ കണ്ടു. അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ഡോക്ടർ കേട്ടോ, ഭയങ്കര ചിരിച്ച് വളരെ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ലേ, ഡോക്ടേഴ്സിൻ്റെതായുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയി സംസാരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡോക്ടർ. ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്തു. അപ്പോ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ സ്കാൻ ചെയ്ത ഡോക്ടർ എന്റെ ബ്ലാഡർ എംപ്റ്റി ആകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അത് മേ ബി ഇതിന്റെ പ്രോബ്ലം ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, അതൊരു പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം കാണുന്നില്ല, അതൊരു പക്ഷെ വാഷ്റൂം മാറിയപ്പോൾ നമ്മൾ ഒട്ടും കംഫർട്ട് ആവാത്തത് കൊണ്ട് യൂറിൻ പോകാത്തതാകും എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇതാ വന്നത്, ആ സ്കാൻ ചെയ്ത ഡോക്ടറെ ഞാൻ ഒട്ടും കംഫർട്ട് ആയില്ലായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്റെ ശരീരം അപ്പം റിയാക്ട് ചെയ്തു. പെട്ടെന്നൊരു സ്ട്രെസ് വന്നപ്പോൾ എന്റെ ബോഡി റിയാക്ട് ചെയ്തു. അതായിരിക്കാം യൂറിൻ കംപ്ലീറ്റ് പോവാതിരുന്നത്. അല്ലാതെ ബ്ലാഡർ പോകുമ്പോൾ ബ്ലാഡർ എംപ്റ്റി തന്നെ ആകുന്നുണ്ടെന്ന് ഈ യൂറോളജിസ്റ്റ് പറഞ്ഞു. ഇപ്പം ജിഷ അത് പറഞ്ഞപ്പോ ഞാനത് ഓർക്കുമായിരുന്നു. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ഇതിലേക്ക് പോയപ്പോ, എൻവയോൺമെന്റിലേക്ക് പോയപ്പോ എന്റെ ബോഡിയുടെ റിയാക്ഷൻ ആയിരുന്നു അത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അല്ലാതെ ബ്ലാഡറിന്റെ കംപ്ലൈന്റ് ആയിരുന്നില്ല ആ ഒരു പ്രശ്നം.
എന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, ഹെൽത്ത് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഹെൽത്തിനെ കുറിച്ച്? ജിഷ്ണു എന്ന് കാണുന്ന പ്രൊഫൈൽ നെയിം പാർവതി. പാർവതി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് രേവതി, രേവതി എന്ന് കണ്ട ആളെന്തോ പറയാൻ വന്നു. രേവതി പറഞ്ഞിട്ട് പാർവതിക്ക് പറഞ്ഞാൽ മതിയോ? ഓക്കെ, പറഞ്ഞോട്ടെ മാഡം. എന്റെ ഒരു കാഴ്ചപ്പാട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹലോ വേറെ ആരോണ്ട് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഹരിതയോ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഹലോ, പറയട്ടെ. എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് നല്ല ഭക്ഷണം, നല്ല സൗഹൃദം, നല്ല വ്യായാമം, പിന്നെ ആൾക്കാരോടുള്ള നല്ല സമീപനം, നല്ല സഹകരണം, ഇതൊക്കെ നമ്മുടെ പിന്നെ നമ്മുടെ നല്ല വൃത്തിയായ നമ്മുടെ ദിനചര്യങ്ങള്, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഒരുവിധം നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഞാനൊരു അസുഖമുള്ള ഒരാളാണ്. എനിക്ക് ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് ചിലപ്പം നമ്മുടെ പിൻതലമുറയിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഇന്നത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലോക പരിസ്ഥിതി ദിനമാണ്. ആ ഒരു മലിനീകരണങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരിക്കാം എന്തെന്ന് എനിക്കറിയില്ല. എനിക്ക് കൊറോണ വന്നിരുന്നു. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഇപ്പൊ ഞാൻ ശ്വാസമുട്ടൽ രോഗിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒരുവിധം ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ എനിക്കും ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ മാഡം. ഓക്കെ പാർവതി, രേവതി പറഞ്ഞത് ശരിയാണ്. ഓക്കെ, പാർവതി ആഡ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് പറയാം. മാം കേക്കാവോ? കേൾക്കാം. എനിക്ക് പറയാനുള്ളത് പ്രതികൂല ഘടകങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും പിന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുകയും അതുപോലെ തന്നെ ശാരീരികം മാനസികമായും സുഖാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യണം. പിന്നെ അതില് ഏറ്റവുമായിട്ട് എടുത്തു പറയേണ്ടത് തന്നെ പരിസ്ഥിതിയിൽ നല്ലൊരു ഹൈജീനും കൂടി ഉണ്ടാകുന്ന നല്ലൊരു ഹെൽത്തിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പാർവതിയും രേവതിയും പറയുന്നു കാര്യങ്ങളല്ലേ. രേവതിക്ക് ഒരു ഹെൽത്ത് ഉണ്ടായതുമായിട്ട് യെസ് എന്തെങ്കിലും പറയാനാണോ? എന്റെ പേര് ഉമേറ എന്നാണ്. പറയൂ ഉമേറ. മാം, എന്റെ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മളെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മളപ്പോ ചെറിയ കുട്ടികളാവാം. അപ്പൊ നമ്മള് അടിച്ചു പൊളിച്ച് നല്ല ഇതിൽ ജീവിക്കുന്നവര്. പിന്നെ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ അവൾ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ നമുക്ക് അത് താങ്ങാൻ ഉൾക്കൊള്ളില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ തോന്നും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, എല്ലാവരുമായിട്ട് നന്നായിട്ട് നമ്മൾ പെരുമാറുക, ചിരിക്കുക, എല്ലാവരോടും നന്നായി സംസാരിക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് ഒരു ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു അല്ലെ. നമ്മൾ വരുന്ന ഓരോരോ സിറ്റുവേഷൻ, നമ്മുടെ ജീവിതം നമ്മൾ ഓരോന്നിനും കൊണ്ടെത്തുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റേഷൻ അതൊക്കെ നിങ്ങൾക്ക് വന്നു. കാരണം മറിയ മോണ്ടിസോറിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടേമാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടത്തോടുകൂടി നമ്മൾ ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുക. എന്നാൽ മാത്രമാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമുക്ക് മുന്നോട്ട്. യെസ് ഹൈറോനിസ് എന്തെങ്കിലും പറയാനാണോ? പറയൂ കുറെ നേരമായല്ലേ. എടാ ആരാ? ഉമ്മയാണോ ഇത് പണി ചെയ്യും? യെസ് പറഞ്ഞോ. പറയൂ, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. എന്നല്ല ക്ലിയർ ആവുന്നില്ല. ഹൈറോനിസ് പറഞ്ഞത് ക്ലിയർ ആയില്ലല്ലോ മാഡം. ഞാൻ രേവതി കൃഷ്ണൻ. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, മാഡം ഇപ്പൊ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള കാര്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പോയിന്റ് ഓർമ്മ വന്നത്. എന്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ഹ്യൂമൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ദൈവം വിട്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള പ്ലേസിൽ പോകാൻ പറ്റുക. അങ്ങനെ പോകാൻ പറ്റുന്നത് തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഡിസീസസ് ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡാണ് നമ്മളെ അതിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. ഹലോ മാഡം, കേൾക്കാമോ? കേൾക്കാം, രേവതി പറഞ്ഞോളൂ. നമ്മുടെ മൈൻഡാണ് നമ്മുടെ ഏറ്റവും വലിയ മെഡിസിൻ എന്നാണ് കംപ്ലീറ്റ് ബോഡി
നമ്മുടെ ബോഡിയെ കാട്ടിയും മൈൻഡാണ് നമ്മുടെ ബോഡിയെ തന്നെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഡോക്ടേഴ്സ് വരെ പറയുന്നത്. മൈൻഡ് സെറ്റ് നമ്മുടെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസും നമ്മൾ എന്ത് ഡിസീസ് ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാം. ലൈക്ക് നമ്മൾ ഹാപ്പിയാണ് എങ്കിൽ നമ്മുടെ പല ഡിസീസും നമുക്ക് ടാബ്ലറ്റ് പോലും എടുക്കേണ്ട വരത്തില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിക്കോളും. പക്ഷെ നമ്മൾ മൈൻഡ് വൈസ് നമ്മൾ ഓക്കെ അല്ല, നമ്മൾ എന്നാൽ ഫിസിക്കലി നമുക്ക് പല ടാബ്ലറ്റ്സും എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്, ഇപ്പം ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പം ഇപ്പൊ ഒരു ഓൾഡ് ഏജ് ചെന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. യങ് ആയിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഫുഡ് കഴിക്കുക, പോകാൻ പറ്റുന്ന പ്ലേസസിൽ പോവാ. മാക്സിമം എല്ലാവർക്കും പറ്റാറില്ല, പക്ഷെ പറ്റുന്ന രീതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസിലായിരുന്നാലും പോയി എൻജോയ് ചെയ്യുക. മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക, എന്തൊക്കെ പ്രഷറേഴ്സ് വന്നാലും. അതായത് എന്ത് സ്ട്രെസ് വന്നാലും നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റണം അല്ലെ. നമ്മൾക്ക് എല്ലാ ദിവസവും ഹാപ്പിനെസ് ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലോസ് സംഭവിച്ചു, എക്സാമിൽ ഫെയിലായി, നമ്മൾക്ക് സങ്കടമായി, വിഷമായി, ഒക്കെ ശരിയാണ്. ബട്ട് ഹൗ വി മാനേജ് ദാറ്റ്, എങ്ങനെ ആ സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു, നികത്താൻ പറ്റാത്ത നഷ്ടം. ബട്ട് ആ ഒരു വിഷമത്തെ, ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തു, അതെല്ലാം നമ്മളുടെ ഹെൽത്തും മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഹൈറൻഡസ് എന്തോ പറയാനായിട്ട് വന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. റേഞ്ച് ഇഷ്യൂ വന്നതാണ്. വീടിന്റെ ചുറ്റുപാടൊക്കെ എനിക്ക് കാണാം, ഉമ്മ എന്തോ പണിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. പറയൂ. നമ്മളെ ഹൈഡ്രേറ്റഡ് ആയി വെക്കണം, ഹൈഡ്രേറ്റഡ് ആക്കണം. പിന്നെ പ്രധാന ഒരു ഫിസിക്കൽ ഹെൽത്തിന്റെ പ്രധാന ഹൈജീൻ. പിന്നെ മൈൻഡ് എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മള് മൈൻഡിന് കുറെ സമയം കൊടുക്കണം. കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഹാപ്പി ആവാൻ നോക്കണം. നമ്മുടെ വേറെ എല്ലാ തിരക്കുകളും ഉണ്ടെങ്കിലും അതാണ്. എനിക്ക് കാര്യം പറയാനുണ്ട്. പറയൂ രശ്മിന, പറയൂ. ഞാൻ എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരു 2 വർഷം മുന്നേ ഒരു ചെറിയൊരു ഓവറിന്ന് ഒരു മുഴ നീക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരുപാട് നമ്മൾ ടെൻസ്ഡ് ആവുമല്ലോ, എന്താ എങ്ങനെയാ സംഭവിക്കുക, ഇത് എന്താവാന്നൊക്കെ. അപ്പൊ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നോ. പിന്നെ മൈ ടൈം, അതായത് സ്വന്തമായിട്ട് ഒരു സമയം കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് ആ ഒരു ടെൻഷനിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റും. അപ്പൊ നീ അത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കോഴ്സ് ഞാൻ ചെയ്തു. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷനെല്ലാം ഫ്രീ ആകും. അതുപോലെ മനസ്സിനെ നമ്മൾ എപ്പോഴും ആരോഗ്യമാക്കി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ടെൻഷൻ ആയിരിക്കും, അത് വന്നാൽ ഇതെന്ത് ചെയ്യും, അതെങ്ങനെയാവോ, ഇതിങ്ങനെ ഒരുപാട് ചിന്തകളായിരിക്കും, നെഗറ്റീവ് ചിന്തകളായിരിക്കും മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരിക. അപ്പോൾ മനസ്സിനെ എപ്പോഴും നമ്മൾ സന്തോഷമാക്കി വെക്കാൻ പറ്റുന്ന മൈ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തം ഒരു സമയം എപ്പോഴും നമ്മൾ കൊടുക്കുക. അത് ഏറ്റവും ഓരോ വ്യക്തിക്കും അത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, മൈ ടൈം, സെൽഫ് ലവ്, ഇതൊന്നും സെൽഫിഷ്നെസ് അല്ല, ഇറ്റ്സ് നീഡഡ് അല്ലെ, അത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളത് മറന്നു പോകും. ഈവൻ എനിക്ക് ആ മറന്നതിന്റെ, ഞാനത് ചിന്തിക്കാതെ ചെയ്തതിന്റെയാണ് ഞാനന്ന് സ്റ്റോണിന്റെ പെയിൻ അനുഭവിച്ചതും സ്റ്റോണിന്റെ ഇഷ്യൂസും. അതിനെനിക്ക് മെഡിസിൻസ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. മെഡിസിൻസ് മാത്രമല്ല, ഫുഡിൽ കുറെ റെസ്ട്രിക്ഷൻസ് വന്നു. കാരണം സ്റ്റോൺ ഫോം ചെയ്യാവുന്ന രീതിയിലുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് ഇതില് ഏരിയയിലേക്ക് പോവാം. ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്തിനെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. സുറുമയിട്ട മെസ്സേജ് ആണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ആകാത്തവർ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ മെസ്സേജ് ഇത് നോക്കിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളത്. ഓക്കെ,
അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നല്ല വ്യായാമം ചെയ്യാം, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, നല്ല ജോഗിങ്ങിന് പോവാം, ജോഗിങ്ങിന് പോകാം, ജോഗിങ്ങിന് പോവാം, യോഗ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ. യോഗ. യെസ്. നാച്ചുറൽ ഡയറ്റ്, എന്തോ നിഷ നാച്ചുറൽ ഡയറ്റ്, ഇതിന് പറഞ്ഞോ? നാച്ചുറൽ ജിമ്മിന് പോകാം. ആയിട്ട് യെസ്, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് അല്ലെ, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം. അപ്പൊ നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ഏജ്, ഇതിനനുസരിച്ചുള്ള എക്സസൈസസ് നമുക്ക് ശീലിക്കാം അല്ലെ. ഇതിന് പ്രായമുള്ള ഒരാള് പ്ലസ് ഒക്കെ ആവുമ്പോ നമുക്ക് ഓടിച്ചാടിയുള്ള എക്സസൈസ് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ്, ക്രോണിക് ഡിസീസസ് ഉണ്ടാവും. ഗുഡ് ഫുഡ്, എക്സസൈസ്. ഓക്കെ, മ്യൂട്ട് ചെയ്യണേ, എന്തെങ്കിലും പറയാനാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടും ഹെൽത്തിനനുസരിച്ചുമുള്ള എക്സസൈസുകൾ നമുക്ക് ശീലിക്കാം. വാം-അപ്പ് എക്സസൈസുകൾ ചെയ്യാം, യോഗ ചെയ്യാം, എറോബിക്സ് ചെയ്യാം, സൂംബ ചെയ്യാം, ഡാൻസ് ചെയ്യാം. ഡാൻസിന്റെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് എക്സസൈസ് പോലെ ചെയ്യാം. എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഡാൻസ്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. വീട്ടിലെ ഒരു ഭാഗം തന്നെ. പലരും ഇവിടെ നമ്മുടെ പല ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നത് വെച്ചാല് കിച്ചണിൽ നിൽക്കുമ്പോ, രാവിലെയൊക്കെ നിൽക്കുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവൂലേ, ഫുഡ് ഐറ്റംസ് ഒക്കെ. സൂംബ ഡാൻസ് എക്സസൈസ് വന്നിട്ടില്ലേ? എന്തോ സൂംബ ഡാൻസ് പറഞ്ഞിട്ടൊരു എക്സസൈസ് വന്നിട്ടില്ലേ? സൂംബ. സൂംബ നല്ലൊരു ചിലപ്പോ അങ്ങനെ നമ്മൾ ജോയിൻ ആവാൻ, അങ്ങനെയുള്ള സ്ഥലത്ത് ജോയിൻ ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു ടീമിനെ കിട്ടും, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെ. പിന്നെ മൾട്ടി ജിമ്മില് പോകുന്നവരുണ്ട്, ഫാമിലി ജിമ്മുള്ളവരുണ്ട്, ഫുൾ ഫാമിലിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ജിമ്മുകളുണ്ട് അല്ലെ. ഓക്കെ, യങ്സ്റ്റേഴ്സ് പൊതുവെ ജിം പ്രിഫർ ചെയ്യുന്നവരുണ്ടാകും, സൈക്ലിങ്ങിന് പോകുന്നവരുണ്ടാവും, സ്വിമ്മിങ്ങിന് പോകുന്നവരുണ്ടാകും അല്ലെ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാം. അപ്പോ ഭക്ഷണം, നല്ല ഡയറ്റ്, നമ്മുടെ പ്രോപ്പർ ഡയറ്റ് ശീലിക്കുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ബോഡി ഫിറ്റ് ആയിരിക്കാൻ, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമുക്ക് അനുയോജ്യമായ എക്സസൈസുകൾ ശീലിക്കാം, നമ്മളുടെ ഹെൽത്തും ഏജും അനുസരിച്ച്. ഓക്കെ, ഇനി വെൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽനെസ് നല്ല ആരോഗ്യം തന്നെയല്ലേ വെൽനസ്? അതെ, സംടൈംസ് ഹെൽത്തും വെൽനെസ്സും കൂടെ ഒരു രണ്ടും ഒന്നാണോ, രണ്ടും കൂടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോവാറുണ്ട് അല്ലെ. ഓക്കെ, എനിക്ക് കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ബട്ട് വീട്ടിലെന്നും വഴക്കാണ്. ഞാൻ വെല്ലാണോ? നല്ല ജോലിയുണ്ട്, നല്ല സാലറി കിട്ടുന്നുണ്ട്, ബട്ട് എന്റെ ബോസിന്റെ അടുത്തൊന്നും എനിക്ക് ഭയങ്കര പ്രഷറാണ്, ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ എന്റെ ഓഫീസിൽ. ഞാൻ വെല്ലാണ്? അപ്പൊ അതാണ് വെൽനെസ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ആരോഗ്യവും ഹെൽത്തും ഓക്കെയാണ്, നമ്മൾ എക്സസൈസസ് ഫോളോ ചെയ്യുന്നു, ബട്ട് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് സുഖവും സന്തോഷവും വേണം. പീസ്ഫുൾ ആയിട്ട്, മറിയം മോണ്ടിസോറി പറയുവാണെങ്കിൽ പീസ് ആൻഡ് ഹാർമണി. ഈ ലോകത്തുള്ള, ഈ യൂണിവേഴ്സിലുള്ള എല്ലാവർക്കും പീസ് ആൻഡ് ഹാർമണി വേണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അവരുടെ ഒരു നാട്ടിലെ കുറച്ച് ആളുകൾക്ക്, സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല അവരിത് ചെയ്തത്. ഓൾ ഓവർ ദ വേൾഡ് അവരവർക്ക് ആരോഗ്യമുണ്ടായിരുന്ന സമയം എല്ലായിടത്തും സഞ്ചരിച്ച് ഈ ഒരു മെത്തേഡ് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുകയായിരുന്നു. നമ്മളും അതുപോലെ ആകണം എന്നാണ് പറയുന്നത്. അവരുടെ ഫോളോവേഴ്സ് ആയിട്ട് ബാക്കിയുള്ളവർ വരണം, ആ ഒരു ഉദ്ദേശത്തില് അവര് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു, പലയിടത്തും വന്ന് ഈ മെത്തേഡ് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ പല രീതിയിലും അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തോളം. അവരുടെ മരണശേഷം അവരുടെ മകൻ ഈ ഒരു പാത പിന്തുടർന്ന് പോവാണ്. മറിയോ മോണ്ടിസോറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് ഇപ്പൊ ഈ മെത്തേഡ് ഇനി കൂടുതൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഇതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഈ ഒരു മെത്തേഡാണ് ശരിയായ രീതി എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വരുന്നുണ്ട്. അതിന് നല്ല നല്ല റിസൾട്ടുകൾ നമ്മൾക്ക് പലയിടത്തും കാണാം. ഈവൻ നമ്മുടെ പല ബാച്ചുകളിൽ നിന്നും കുട്ടികളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടുകളൊക്കെ നല്ല നല്ല റിസൾട്ടുകളാണ്. ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് റിസൾട്ട്. ഓക്കെ, അപ്പൊ വെൽനെസ് അതാണ്.
ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്, നിങ്ങൾക്ക് അത് ക്ലാസ് റൂം പ്ലാറ്റ്ഫോമിൽ ആ അസൈൻമെന്റ് വരും. നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ഇതാണ്: കളക്ട് ദ പിക്ചേഴ്സ് റിലേറ്റഡ് വിത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഒരു നോട്ട്ബുക്കിന്റെ പേജില്, പ്ലെയിൻ നോട്ട്ബുക്ക് ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഒട്ടിച്ചാലും മതി. ഈ ചാർട്ട് പേപ്പറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിൽ ചെയ്യാം. പക്ഷെ എന്താന്ന് വെച്ചാൽ പറയാം, ചാർട്ട് പേപ്പർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, ഫോൾഡ് ചെയ്ത് ഒക്കെ പോവില്ലേ. അതായത് കളക്ട് ദ പിക്ചേഴ്സ് റിലേറ്റഡ് വിത്ത്, ഞാനത് ക്ലാസ് റൂമിൽ ഇടൂട്ടോ, റിലേറ്റഡ് വിത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിക്ചേഴ്സ്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, സൗണ്ട് സ്ലീപ്പ് അല്ലെ, കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നത്, മോർണിംഗ് എണീറ്റ് ബ്രഷ് ചെയ്യുന്നത്, കുളിക്കുന്നത്, ഇതെല്ലാം ഹെൽത്ത് റിലേറ്റഡ് പിക്കിൽ വരും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത്, അങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ 1-2 പിക്ചേഴ്സ് കളക്ട് ചെയ്താൽ മതി, കുറേ ഒന്നും വേണ്ട. കിട്ടുന്നത് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറിച്ച് എഴുതണോ? എഴുതണ്ട, അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു ടൈറ്റിൽ കൊടുത്താൽ മതി, ഹെൽത്തി ഹാബിറ്റ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുത്താലും മതി. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് അറിയാം. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നമ്മൾ ഇത് ചാർട്ടിലാണോ നമ്മൾ 2-3 പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ഹെൽത്ത് എന്നും പറഞ്ഞ് എഴുതേണ്ടത്? ചാർട്ടിൽ ചെയ്യാം, ഒരു നോട്ട്ബുക്കിന്റെ ഒരു പേജ് എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു വെക്കാം. എങ്ങനെയായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ കീപ്പ് ചെയ്യാൻ ഏറ്റവും സുഖം, സൗകര്യം, അതുപോലെ ചെയ്യാം കേട്ടോ. കാരണം ചാർട്ടിന്റെ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ വെജിറ്റബിളിൽ ഏതെങ്കിലും ഒരെണ്ണം, പൊട്ടാറ്റോ എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അത് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ പിക്ചർ എടുത്തിട്ട് പിക്ചർ ഒട്ടിച്ചാൽ മതി. ഈ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഹെൽത്ത് റിലേറ്റഡ് കമ്പോണൻസ് എന്തൊക്കെയാണ് അത് വന്നാൽ മതി. നമ്മളുടെ ഹെൽത്തി ഹാബിറ്റ്സുകൾ പലതും ഉണ്ടല്ലോ. നമ്മള് കുളിക്കുന്നത്, ബ്രഷ് ചെയ്യുന്നത്, സൗണ്ട് സ്ലീപ്പ്, പിന്നെ മോർണിംഗ് എണീക്കുന്നത്, പകല് കിടന്നുറങ്ങുന്നതല്ല. അപ്പൊ ഉറങ്ങുന്നത് രാത്രി ആ സമയത്താണ് ഉറങ്ങുന്നതെന്ന് കാണിക്കാൻ നമുക്ക് ഒരു സ്കൈയും അതില് മൂണൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ യെസ് നൈറ്റിൽ ഉറങ്ങുന്നു. പിന്നെ സൂര്യൻ ഇങ്ങനെ സൺറൈസ് ചെയ്ത് വരുന്ന സമയത്ത് എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ, ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ. പിന്നെ നല്ല ഫ്രഷ് വാട്ടർ, വെള്ളം കുടിക്കുന്നത്, പിന്നെ ഭക്ഷണം ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത്, പിന്നെ അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഹെൽത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് ഉണ്ട് അല്ലെ, വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, ജോഗിങ്, അങ്ങനെ പലതും ഉണ്ട്, യോഗ, അങ്ങനെ പല രീതിയിലുള്ള എക്സസൈസസിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അത് ഒട്ടിക്കാം. പിന്നെ വെൽനസിന്റെ നമ്മളുടെ തന്നെ ഒരു ഫാമിലി ഫോട്ടോ, ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്ന ഫാമിലി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. ഓഫീസിലെ കൊളീഗ്സുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളതാണ് വെൽനസിൽ വരുന്നത്. ആഫ്റ്റർ ഡൂയിങ് ദിസ്, ഹൗ ക്യാൻ വി മിസ്, അതെ, ഒരു റെക്കോർഡ് പോലത്തെ ഒരു ബുക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വർക്കുകളും അതിൽ തന്നെ ചെയ്യല്ലേ? അതിനായിട്ട് നിങ്ങൾ റെക്കോർഡ് ബുക്ക് വാങ്ങണമെന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി 5 റെക്കോർഡ് എഴുതാനുണ്ട്. അതിനെന്തായാലും റെക്കോർഡ് ബുക്ക് വേണം. സാധാരണ നോട്ട്ബുക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, ചുളുങ്ങിയൊക്കെ പോവുക. അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാനുള്ള വലിയ ട്യൂബ് പൈപ്പോ അത് വാങ്ങേണ്ടതായിട്ട് വരും. അത്രയും ഒന്നും സ്മോൾ നോട്ട്ബുക്ക് വാങ്ങിച്ച് അതില് എഴുതി വെച്ചാൽ പോരെ? വീണ്ടും ഇങ്ങനെ അസൈൻമെന്റ് വരികയാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ഇമേജ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനേ പറയുള്ളൂ. അപ്പൊ എങ്ങനെ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ ഡെമോ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. ഐശ്വര്യ മിസ്, നമ്മൾ മുന്നേ പ്രൊജക്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഓൾറെഡി ചാർട്ട് പേപ്പറിൽ നമ്മൾ പോയി വാങ്ങാറുണ്ടല്ലോ ഹെൽത്തിന്റെ എന്താണ് മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനത്തെ പിക്ചേഴ്സ് ആണോ വാങ്ങി ഒട്ടിക്കേണ്ടത്? പിക്ചേഴ്സ് വാങ്ങി വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ വരയ്ക്കാം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, വരച്ച് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പഴയ ന്യൂസ് പേപ്പർ, മാഗസീനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ചിലപ്പോ ചില പിക്ചേഴ്സ് ഒക്കെ കാണും. അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം.
കുട്ടികളുടെ പഴയ ടെക്സ്റ്റിൽ ഉണ്ടാവും, അത് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കട്ട് ചെയ്യാം. ഇങ്ങനെയായാലും കുഴപ്പമില്ല. ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിലേക്ക് നടത്തേണ്ട. നമുക്ക് ചുറ്റുപാടുമുള്ള ഇതിൽ നിന്നൊക്കെ തന്നെ പലപ്പോഴും കിട്ടാറുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയുള്ള ബുക്സ് ഒക്കെ കാണുമ്പോഴേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി, അപ്പോഴേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സബ്മിഷൻ കഴിഞ്ഞ് ഇതിന്റെ വാലുവേഷന് ടൈം എടുക്കും. ചിലപ്പോൾ 1 month, 3 weeks to 1 month വരെ എടുക്കാം. കാരണം ഇത്രയും കുട്ടികളുടെ ഒരു ബാച്ച് ഒന്നുമല്ലല്ലോ, പല ബാച്ചുകളുണ്ട്, പല പല അസൈൻമെന്റ്സ് വരും. അപ്പൊ ഒരു വാലുവേഷൻ ടീമാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ടൈം എടുക്കാം. അല്ലാണ്ട് അയ്യോ ഞാൻ സബ്മിറ്റ് ചെയ്തു ഇതുവരെ മാർക്ക് വന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷനൊന്നും വേണ്ട. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? മിസ് അതെ, ഇപ്പൊ നമ്മൾ ഈ അസൈൻമെന്റ് ഒരു ബുക്സിൽ ചെയ്തു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് മിസ് തരുന്ന വർക്ക് മാത്രമാണോ അതിൽ ചെയ്യാതോ വേറെ ടീച്ചേഴ്സ് തരുന്നത് നമുക്ക് ചെയ്യാലോ അല്ലെ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളോട് ബുക്ക് അങ്ങനെ അയച്ചു തരാനോ സബ്മിറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ പറയില്ല. നിങ്ങൾ എന്താ ചെയ്യാം, ഓരോ അസൈൻമെന്റ് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യലല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒന്നിൽ തന്നെ കിടക്കുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. വേണമെങ്കിൽ ബുക്ക് മാർക്ക് വെച്ചു. ഇനി അങ്ങനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ടീച്ചർമാരുടെ ഓരോന്നിന്റെ ബുക്ക് മാർക്ക് പേര് വയ്ക്കും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ബുക്ക് കീപ്പ് ചെയ്യാം. മാക്സിമം എത്ര പിക്ചർ കളക്ട് ചെയ്യണം മാം? 2-3 മിനിമം മതിയാവും. മാക്സിമം എത്രയായാലും കുഴപ്പമില്ല, നമുക്കതൊരു റെഫറൻസ് ആണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ ഈ നോട്ട്ബുക്കായിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണണം, ഒരുമിച്ച് കിട്ടണം എന്നായിരിക്കും. നോട്ട്ബുക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാരെയും ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർട്ട് പേപ്പറിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതാവുമ്പോൾ ഹോൾ ക്ലാസ്സിന് നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റും. നോട്ട്ബുക്ക് നമ്മുടെ റെഫറൻസിനുള്ളതാ. നമ്മൾ നാളെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കൊരു എൻസൈക്ലോപീഡിയ ആണ് നമ്മൾ എഴുതുന്ന റെക്കോർഡ്സും നമ്മളുടെ ഈ അസൈൻമെന്റിന്റെയും ആക്ടിവിറ്റിയുടെയും ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് എഴുതുന്നത് എന്തിനാ, മാർക്കിന് വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നല്ലൊരു നോളജ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാനാണ്, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. മോഡേൺ കൺസെപ്റ്റ് നമ്മൾ ഹെൽത്ത് വെൽനസ് എന്താന്ന് പറഞ്ഞു, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതില് ഫസ്റ്റ് പാരഗ്രാഫും ഇത് ബുള്ളറ്റ് ഇട്ടിട്ട് ഹെൽത്ത് എന്ന് എഴുതിയിട്ടില്ലേ, ആ പാരഗ്രാഫും കൂടെ ആരാ ഓഡിയോ ഓൺ ചെയ്യാൻ പ്രശ്നമില്ലാത്ത ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കും. ഓക്കെ റസ്മിന. സ്റ്റാർട്ടിംഗ് തൊട്ട് വായിക്കണ്ട മാം. Modern concept of health, physical fitness and wellness. Health, physical fitness and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health. Health is the state of being identical with freedom from disease and illness that includes a positive fundamental associated with quality of life and positive well-being also. Yes. Okay. So health, it's a duty of all the individuals. അല്ലെ, നമ്മളുടെ ഡ്യൂട്ടിയാണ്, അവർ ഓൺ ഡ്യൂട്ടിയാണ് ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത്. വേറെ ആരും വരില്ല അതിന് വേണ്ടിയിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ. വീട്ടിലെ കുഞ്ഞു കുട്ടികൾ, അവർക്ക് ഒറ്റയ്ക്ക് ഒരു പ്രായം വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ അടുത്ത എൻവയോൺമെന്റ് ആയ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അവിടെയും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ആ കുട്ടികളുടെ ഹെൽത്തും നമ്മൾക്ക് പ്രയോറിറ്റി തന്നെയാണ്. വീട്ടിൽ ഒത്തിരി പ്രായമായ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെയും ഹെൽത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ശ്രദ്ധ നോക്കുക, നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ആ കൈകൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള പവർ വേണം, അല്ലെ? അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് സെൽഫ് ലവ് മൈ ടൈം എന്ന് കുറച്ച് രശ്മിയാണ് പറഞ്ഞത്.
അശ്വിനിയല്ലേ പറഞ്ഞ മൈ ടൈം എന്നുള്ളത്. Yes, ma'am. Yes, അതിന്റെ മീനിങ് അത് തന്നെയാണ്. സെൽഫ് നോ മൈ ടൈം എന്ന് പറയുന്നത്. വിചാരിക്കോ സ്വന്തം കാര്യം നോക്കാൻ, അല്ല, ഇറ്റ്സ് നോട്ട് സെൽഫിഷ്നെസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ളൊരു പവർ വേണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. നമ്മൾ പറയില്ലേ, മറ്റുള്ളവരെ ഹാപ്പി ആക്കി വെക്കാൻ നമുക്ക് കഴിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മൈ ടൈം കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ഔട്ട് ആയി പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിൽ മാത്രം സ്ട്രൈക്ക് ആയി പോകും. നമ്മൾക്ക് എന്ത് പറ്റി, നമ്മളെ ആരോഗ്യത്തിന് എന്ത് പറ്റി എന്നുള്ള ഓവർ തിങ്കിങ് എന്ന് പറയും. നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് മാത്രം വെച്ചിട്ട് മറ്റു പണികളോ അല്ലെ വീട്ടിലുണ്ടാകുന്ന പണികൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതിനാണ് മൈ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട്, ഉള്ളവരെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈ ടൈം എന്ന് പറയുന്ന സംഭവം. അസുഖമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ വേസ്റ്റ് ആവുന്നല്ലാണ്ട് നന്നാവില്ല എന്നുള്ളത് അല്ലെ. ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്ത് വരുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോയി ഞാൻ ഒരു കാര്യം സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ സാറ് വന്ന് എന്തോ ചെയ്യാനായിട്ട് അടുത്തുള്ള കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിന്റെ മുന്നിൽ അവിടെ കിടന്നൊരു കസേര നീക്കിയിട്ടിരുന്നു. കുറച്ച് കുട്ടികളെ, നമ്മുടെ ഓഫീസിലെ കുട്ടികളോട് ഇരുന്ന് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അവര് പെട്ടെന്ന് ഇങ്ങനെ എന്റെ അടുത്തിരുന്ന കുട്ടിയോട് ഇങ്ങനെ ആ സാർ ഇരുന്ന ചെയർ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തൊട്ടിട്ട് എന്തോ പറഞ്ഞേ. അപ്പൊ ആ കുട്ടി എന്നോട് അയ്യോ ആ ചെയർ പൊട്ടിയതായിരുന്നു എന്ന് പറഞ്ഞു. സാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ സാർ സിസ്റ്റത്തില് എന്തോ ടൈപ്പ് ചെയ്യുമായിരുന്നു മാറ്റർ. അയ്യോ ഈ ചെയർ പൊട്ടിയതാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. സാർ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റോളം അതിലിരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് തോന്നിയപ്പോ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഇവര് പറഞ്ഞു, സാർ ഈ ചെയർ പൊട്ടിയതായിരുന്നു എന്ന് പറഞ്ഞേ. അപ്പൊ സാർ അതുവരെ അറിഞ്ഞിട്ടില്ല ആ ചെയർ പൊട്ടിയതാന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഒരു വിത്തിൻ 1 സെക്കൻഡ് ആ ചെയർ പൊട്ടി, മുഴുവനും ബ്രേക്കായി. പെട്ടെന്ന് സാറിന്റെ മനസ്സിലേക്ക് ആ തോട്ട് വന്നു, അയ്യോ ഈ ചെയർ അത്ര സേഫ് അല്ലല്ലോ എന്നൊരു തോട്ട് വന്ന് 1 സെക്കൻഡ് കഴിഞ്ഞത് ചെയർ ഫുള്ള് അങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ അതാണ്, അത് അറിയാതിരുന്നിടത്തോളം കാലം സാറ് കുഴപ്പമില്ലാണ്ട് അതിനകത്ത് ഇരുന്നു തോന്നി. അത് കഴിഞ്ഞപ്പോൾ സാറിന്റെ പോസ്റ്ററും മാറി, സാറ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ്ഡ് ആയി. ഇതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സെയിം സിറ്റുവേഷൻ അത് തന്നെയാണ് എന്റെ ഹെൽത്തിന്റെ ഇഷ്യൂലും വന്നത്. അത് മുന്നേ എന്റെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാ. ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറും ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര കാമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നല്ലൊരു ഡോക്ടറാ. ആ ഡോക്ടർ ആണ് പകുതിയും എന്നെ ശരിയാക്കി എടുത്തത്. കുറച്ച് ഓപ്പറേഷൻ കുറച്ച് ഡിലേ ആക്കി വെക്കാൻ കാരണവും ഡോക്ടർ തന്നെയാണ്. ഞാൻ സംശയം ചോദിച്ചു, ഇങ്ങനെ ഡിലേ ആക്കി വെക്കുമ്പോൾ എന്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതേ സംഭവമാണ്. നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഓൾറെഡി അതുണ്ട്, അത് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അറിഞ്ഞത് മുതലാണ് നിനക്ക് അവിടെ വേദന ഇവിടെ വേദന അങ്ങനെയുള്ള കുറെ സംശയങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. ഇത് ഓൾറെഡി നിന്നിലുണ്ട്, അല്ലാണ്ട് ഇത് കൂടുതലായി ഇനി ഒരു മാസം ഡിലേ ആയതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ആ കാര്യത്തില് ടെൻഷൻ വേണ്ട എന്നുള്ള കാര്യം ആ ഡോക്ടർ ഇതേ സംഭവം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. എന്ത് കോഴ്സാ ചെയ്തത് പറയാൻ പറ്റുമോ? ഞാനോ നോർമൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പോലെ, അത് ജസ്റ്റ് ഒരു 1 മന്ത് അത്രേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂടുതൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നീട് എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ. അപ്പൊ നമ്മളുടെ ഇൻഡിവിജ്വലി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളുടെ ഒരു ഹ്യൂമൻ ലൈഫ് നമുക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അത് വർത്ത് ആക്കുക, ഏറ്റവും വാല്യൂ ഉള്ളതാക്കി മാറ്റുക. കുറേ വർഷങ്ങളോളം അസുഖങ്ങൾ ബാധിച്ച് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്ക് ഉള്ള കാര്യത്തില് നമ്മള് സന്തോഷം കണ്ടെത്താതെ ഇല്ലാത്ത കാര്യത്തെ പറ്റി ആഗ്രഹിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്കും വിഷമങ്ങളും ലൈഫില് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മളിലുള്ള അനുഗ്രഹങ്ങള് നമ്മള് കാണാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്താനാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മുടെ ഹെൽത്ത് വൈസ് ആണ്. അത് കണ്ണ് കാണുന്നത്, ചെവി കേൾക്കുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മള് കണ്ണ് കാണാൻ പറ്റാണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ വില ഉണ്ടാവുമ്പോ അത് മനസ്സിലാവൂല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ട് മണി പ്രോബ്ലംസിനെ പറ്റിയായിരിക്കും, നമുക്ക് പൈസ ഇല്ലാത്ത പ്രോബ്ലംസിനെ പറ്റി. പക്ഷെ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാതെയാണ് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നത്.
അത് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഹെൽത്തിന് കൂടുതൽ ഫിറ്റ് ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നമുക്ക് കുറേ കാലം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതാണോ, അസുഖങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റിയോട് ജീവിച്ചിരിക്കുന്നതാണോ നല്ലത്? അസുഖങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റിയോടുകൂടി ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും അത് തന്നെയാണ്. അല്ലാതെ കുറേ വർഷങ്ങള്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല, അല്ലെ? 100-110 വർഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അസുഖങ്ങൾ കാരണം ഇരിക്കുന്നതിനേക്കാളും നമ്മളൊരു ക്വാളിറ്റി ലൈഫില് ഒരു ഏജ് സ്പാൻ, നമുക്കൊരു ലൈഫ് സ്പാൻ ഉണ്ടാവുമല്ലോ, അതിൽ ജീവിച്ചിരിക്കുക തന്നെയാണ് അല്ലെ നല്ലത്. അപ്പൊ എപ്പോഴും ആ ഒരു നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസിനെ, നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഈ ഒരു കാര്യം നമ്മൾ ഒരാളിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ ഡൊമസ്റ്റിക് ഹൈജീൻ, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത്, പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നത്, അങ്ങനെ ഓരോ വീടും വീട്ടുകാരും ശ്രദ്ധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയാണ് ഹൈജീനായി മാറുന്നത്, അല്ലെ? ആ ഒരു സൊസൈറ്റിയിൽ ഹൈജീൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവര് കടന്നു പോകുന്ന 3 എൻവിയോൺമെന്റുകളാണ്. ഒന്ന് നമ്മളുടെ വീട്, പിന്നെ അവർ ചെല്ലുന്നത് സ്കൂള്, പിന്നെ സൊസൈറ്റി. ഈ 3 എൻവിയോൺമെന്റും നല്ല ഹൈജീനുള്ള, നല്ല കുട്ടികൾക്ക് കംഫർട്ട് സോൺ ആകുന്ന 3 എൻവിയോൺമെന്റ് ആകുമ്പോഴാണ് അത് കുഞ്ഞിന്റെ വളർച്ചയെ സഹായിക്കുന്നത്. അതേസമയം വീട്ടിലും അവർക്ക് വഴക്ക് പറയല്, ഷൗട്ട് ചെയ്യല്, അവരെ ബുദ്ധിമുട്ടിക്കല്, സ്കൂളിൽ ചെല്ലുമ്പോ ഇതേ പ്രശ്നം, അവര് കടന്നു പോകുന്ന സൊസൈറ്റിയിലും ഇതേ പ്രശ്നമാകുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെ അത് നെഗറ്റീവായി തന്നെ ബാധിക്കും. ഒരു വളർന്നു വരുന്ന പ്രായമാണ്. അപ്പോ അവരുടെ പല ഡെവലപ്മെന്റ് സ്റ്റേജസും, ബുദ്ധി, ഇതിനെല്ലാം നെഗറ്റീവായി ബാധിക്കും. ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, അവരുടെ കോൺഫിഡൻസ് ലെവലിനെ തന്നെ ബാധിക്കും. എന്താണോ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ അത് അങ്ങനെ താന്നു പോകും. അവരൊട്ടും സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവായ കുഞ്ഞുങ്ങളായിട്ട് വരില്ല. അപ്പൊ പ്രൊഡക്റ്റീവായ കുഞ്ഞുങ്ങളായിട്ട് അവർ വരണമെങ്കിൽ നമ്മളുടെ വീട്, അവരുടെ സ്കൂള്, നമ്മളുടെ സമൂഹം എല്ലാം നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരി പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല, ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല, അസുഖങ്ങൾ ഇല്ലാത്ത അവസ്ഥയല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം, അതാണ് വേണ്ടത്. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഓക്കെ, പിന്നെ വെൽനസിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. വെൽനസ് താഴെ വരുന്നുണ്ട്. ചെറിയൊരു പാരഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് വെൽനസ് താഴെ കാണുന്നത്. ബട്ട് നമ്മൾ അതിനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പഠിക്കും. അതിനുള്ള ഡീറ്റെയിൽസ്, അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാനത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി WHO പറയുന്നുണ്ട് എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഹെൽത്ത്, ഇതിന്റെ ബാലൻസ് ആണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 സൈഡ്സ്, 3 കോർണേഴ്സ് ഉണ്ട്. ഈ 3 സൈഡിലാണ് ഈ ഓരോ കാര്യങ്ങള്. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഈ മൂന്നും കൂടെ ചേർന്നൊരു ട്രയാങ്കിൾ പോലെ കംപ്ലീറ്റ് ഹെൽത്ത് ട്രയാങ്കിൾ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനെ വിളിച്ചത്. അപ്പൊ ഇതാണ് WHO കൊടുക്കുന്ന ഡെഫിനിഷൻ ഹെൽത്തിന്. ബാലൻസ് ഓഫ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. പിന്നെ അപ്പം ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആക്കണം. അതും മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ വരണം, അല്ലെ? അതൊരു ചവറ്റുകൊട്ടി ആക്കരുത്, ഒരു ഡസ്റ്റ്ബിൻ പോലെ ആക്കരുത് നമ്മുടെ മനസ്സിനെ. നെക്സ്റ്റ് ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നമ്മൾ എക്സസൈസസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വെൽനസ് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റില് കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളെങ്കിലും അതിന്റെ കുറച്ചധികം ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഇതാരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം മാം. യെസ് നിത്യ, പ്ലീസ്. Physical fitness. Physical wellness is the ability to carry out daily tasks with vigor, alertness,
without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊന്ന് കറക്റ്റ് ചെയ്യാം. ഞാനത് തുടങ്ങുന്നതിന് മുമ്പ് പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതാ. വെൽനസ് അല്ല, ഫിറ്റ്നസ് എന്നൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങളും ചെയ്യണം. ഇത് വിത്ത് ബിഗർ, ആ ഉള്ള ഡെയിലി ടാസ്കുകൾ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വിത്ത് ബിഗർ എന്ന് പറഞ്ഞാൽ എനർജിയോട് കൂടി നല്ല അലേർട്ടായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സസീവ് അൺഡ്യൂ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് അമിതമായ ക്ഷീണമൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ആ ഒരു എബിലിറ്റിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണില്ലേ ചില ഓട്ട മത്സരത്തിന് ഓടുന്ന റണ്ണിങ് ഭയങ്കരമായിട്ട് ശീലമാക്കിയ ആൾക്കാര് അവർ എത്രയോ കിലോമീറ്റർ പോയാലും ഒട്ടും ടയേർഡ് ആവുന്നില്ല. അതേസമയം അത് ശീലമില്ലാത്തപ്പോ ഞാനൊക്കെ ഓടുവാണെങ്കിൽ 1 കിലോമീറ്റർ ആവണേന് മുമ്പ് തന്നെ ഞാൻ ടയേർഡ് ആവുന്നത്. ഞാൻ അത്ര ഫിറ്റ് അല്ല റണ്ണിങ്ങിന്റെ കാര്യത്തില്. പക്ഷെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ ടയേർഡ് ആവുന്നില്ല. അപ്പൊ എന്റെ ആ ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ ഐ എം ഓക്കെയാണ്. ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു, അവിടെയും നമ്മൾ എനർജി കൊടുക്കണം അല്ലെ. ഒരു ക്ഷീണവും ഇല്ലാതെ നിങ്ങളുടെ മുന്നിലിരുന്ന് വണ്ട. അതേസമയം ഞാനിങ്ങനെ ഒടിഞ്ഞു കുത്തി ലേസിയായി സ്ലീപ്പിയായി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടാവില്ല, ഒരു ബോറിംഗ് ആയി തോന്നും. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജോലികള് ക്ഷീണമില്ലാതെ, അധികം ക്ഷീണമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്, ആ ഒരു എബിലിറ്റിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലെഷർ ടൈം ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനുള്ള ടൈമും കിട്ടണം അല്ലെ. നമുക്ക് വിനോദങ്ങൾ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് പാട്ട്, ഡാൻസ്, എന്താണോ നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറ് അത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ, ഒരു ടെൻഷൻ വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇപ്പൊ പെട്ടെന്നായിരിക്കും ചില ഇഷ്യൂസ് നമ്മുടെ ലൈഫിലേക്കൊക്കെ വരുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു എബിലിറ്റി, അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉണ്ട്, മോട്ടോർ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അതിപ്പം വിനോദങ്ങളിൽ ഏർപ്പെടുന്നതാണെങ്കിലും ഹോബീസ് ആണെങ്കിലും ടെൻഷൻസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. അത് നെക്സ്റ്റ് മോട്ടോർ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മോട്ടോർ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്. മോട്ടർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്. ഇപ്പോ എനിക്ക് ഷോപ്പിൽ പോയിട്ട്, കടയിൽ പോയിട്ട് 10 കിലോ അരി വാങ്ങിയിട്ട് വരണം. അപ്പൊ ഇച്ചിരി നടക്കണം എന്ന് വിചാരിച്ചിട്ട് 5 മിനിറ്റ്സ് നടക്കണം ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എന്ന് വിചാരിച്ചു. ആ 10 kg റൈസ് ബാഗും കൊണ്ട് കയ്യിൽ പിടിച്ച്, എനിക്ക് വണ്ടിയൊന്നുമില്ല, അപ്പൊ കയ്യിൽ പിടിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വീട് വരെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോട്ടോർ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണത്. അപ്പൊ എനിക്ക് ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ഇത്രയും വെയിറ്റ് പിടിച്ച് എനിക്ക് നടന്നു വരാനുള്ള എന്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതാണ് മോട്ടോർ റിലേറ്റഡ്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ കമ്പണൻസും കണ്ടന്റ്സും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, സോ നമുക്ക് നാളെ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഇല്ല? യെസ് മാം. യെസ് പ്ലീസ്. ഉണ്ട്. റംസീന. ഓക്കെ റംസീന. എന്റെ പേര് റംസീന. ഓക്കെ, ഞാനിന്ന് പരിസ്ഥിതി ദിനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വിസാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, 2021 ലോക പരിസ്ഥിതി ദിനത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ലോക പരിസ്ഥിതി ദിനത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? USA? അല്ല. സ്വീഡൻ ആണോ? ഇന്ത്യ? അല്ല. അമേരിക്ക ആണോ? അല്ല. സൗത്ത് പാകിസ്ഥാൻ. തേർഡ് ക്വസ്റ്റ്യൻ. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതാണോ?
ജനറേഷൻ റെസ്റ്റോറേഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധ പട്കർ. അല്ല. വന്ദന ശിവയാണോ? ഇന്ത്യയിലെ അല്ല അല്ല. മേധ പട്കർ അല്ലേ? റേച്ചൽ. ഒന്നുകൂടെ പറയൂ. ആധുനിക റേച്ചൽ കഴ്സൺ. ഓക്കെ, അതാണ് റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് റേച്ചൽ കഴ്സൺ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ബൈ റംസീന. എന്തായാലും ഞാനല്ല, സുറുമി. ഓക്കെ, വെരി ഗുഡ്. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ് എപ്പോഴും സബ്മിറ്റ് ചെയ്യണ്ട? അത് അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ട് നിങ്ങൾക്ക് വിത്തിൻ 1 വീക്കോ 2 വീക്കോ സബ്മിറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. വാല്യുവേഷന് മേ ബി 3 വീക്സ് ടു, ചിലപ്പോ പിറ്റേ ദിവസം തന്നെ വാല്യൂ ചെയ്യാം. കാരണം അവർ നോക്കി വരുന്നതിനനുസരിച്ച് ചിലപ്പോ മേ ബി 1 വീക്ക് എടുക്കാം, ചിലപ്പോ 2 വീക്സ് എടുക്കാം. പക്ഷെ വിത്തിൻ 1 മന്ത്. ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ എന്താ അസൈൻമെന്റ് ചെയ്യുന്ന കാര്യം ഹെൽത്തിന്റെ, അതെപ്പോഴാ? ക്ലാസ് റൂമിൽ ഒഫീഷ്യലി വരും, അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു സബ്മിറ്റ് ചെയ്യാൻ നോക്കണ്ട, പറ്റില്ല. അത് വന്നു കഴിഞ്ഞാലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻ അവിടെ വന്നതിന് ശേഷമേ പറ്റുള്ളൂ. മനസ്സിലായോ? മാം, എനിക്കൊരു ഡൗട്ട്. ചെയ്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, നമ്മൾക്ക് ചെയ്ത് വെക്കാലോ. രേവതി ഇത് മാർക്ക് എന്തോ മാം, ഇത് മാർക്ക് സ്കോറിംഗ് ആണോ? അതെ, അസൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ഇടും. മാർക്ക് സ്കോറിംഗ് ആണ്. ശരി. നമ്മൾ ഈ അസൈൻമെന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, മാമിന്റെ സബ്ജക്റ്റിനായിട്ട് ഇപ്പൊ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ ചെയ്യണോ, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ആ ബുക്കിൽ ചെയ്യുന്നോണ്ടും കുഴപ്പമില്ല. കാരണം അത് നമ്മളുടെ റെഫറൻസ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനാ. നിങ്ങളോട് എവിടെയും സബ്മിറ്റ് ചെയ്യാനൊന്നും പറയില്ല. പക്ഷെ ലാസ്റ്റ് കുട്ടികളെ റെക്കോർഡൊക്കെ സൈൻ ചെയ്യാൻ വന്നപ്പോ അവരുടെ അസൈൻമെന്റ് ബുക്കിലും അവർ സൈനൊക്കെ വാങ്ങിച്ചു പോയിരുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും കമ്പലായിട്ട് നിർബന്ധം പറയില്ല. ഇത് അസൈൻമെന്റ് ചെയ്യുന്നത് ഫോർ അസ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ശരിക്കും മാർക്കും പ്രയോറിറ്റി അല്ല. പിന്നെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ. ആരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത്, അവർക്ക് അതിനുള്ള ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് ലിസ്റ്റ് അതാണല്ലോ. ഒരു കോഴ്സിന്റെ ഒരു മാനദണ്ഡമാണല്ലോ മാർക്ക് ലിസ്റ്റ് ഒക്കെ. മിസ്, ഒരു സംശയം ചോദിക്കട്ടെ? ഇപ്പൊ നമ്മളിത് ചാർട്ട് പേപ്പർ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ട്രെയിനിങ്ങിന് വല്ലതും പോകുമ്പോ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പൊ അത് ചാർട്ട് പേപ്പറിൽ ചെയ്താ പോരെ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചാർട്ട് പേപ്പർ ഞാൻ പ്രിഫർ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാർട്ട് നമുക്ക് സൂക്ഷിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഒരു ക്ലാസ്സിൽ കൊണ്ടുപോകാം, 2 ക്ലാസ്സിൽ കൊണ്ടുപോകാം, പിന്നെ അത് അങ്ങോട്ട് ചുളുങ്ങി വളഞ്ഞ് ഒക്കെ പോകും. വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് നമ്മളുടെ ത്രൂ ഔട്ട് നമ്മളുടെ കരിയർ ലൈഫില് ഒരു റെഫറൻസ് ആക്കി വെക്കാൻ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ നന്നായിരിക്കും. എന്നിട്ട് അത് ആവശ്യമുള്ളത് ഏത് ക്ലാസ്സിലേക്കാണോ പോകുന്നത് അവർക്ക് ആ ടോപ്പിക് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് സെപ്പറേറ്റ് ചാർട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒന്നുകൂടെ ചാർട്ട് ഉള്ളൂ. കാരണം ഈ ചാർട്ട് നോക്കാൻ കുറച്ച് പണിയാണ്. കുട്ടികൾ കാണട്ടെ, നോക്കട്ടെ. സംഗീത പ്ലീസ്. അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് കാണിച്ചു തരുമല്ലോ. അതിനൊരു ഡെമോ വീഡിയോ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സംഗീത ജസ്റ്റ് ചെക്ക് യുവർ മൈക്ക്. എനിക്ക് ഭയങ്കര ഫീബിളായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എന്തോ ഒരു കണക്ഷൻ നോക്കൂട്ടോ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. നമ്മളിപ്പോ ഈ റെക്കോർഡ്സ് ഒക്കെ എഴുതില്ലേ, അതൊക്കെ എങ്ങനെയായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക? റെക്കോർഡ്സ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെഷൻ എന്താ പറയാ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഉണ്ടാകാറുണ്ട്. വരാൻ പറ്റുന്നവർ അന്ന് കൊണ്ടുവരാറുണ്ട്. അല്ലാത്തവര്
കുറെ പേരൊക്കെ സൈൻ വേണം, അവർക്ക് ഇത്രയും എഫേർട്ട് എടുത്താലേ അതിനൊരു വാല്യൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഡേറ്റ് പറയും. അപ്പൊ കുറെ പേര് ഒരുമിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ആണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് ഫുൾ ഇമേജ് വരാൻ പറ്റാത്തവർക്ക് എന്താണ് മാം ഓപ്ഷൻ? പറ്റാത്തവരുടെ ഇതുവരെയും ചെയ്തിട്ടില്ല. ആണോ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്, 1:30 മുമ്പ് ചോദിക്കണേ, എനിക്ക് 1:30 വേറെ ക്ലാസ് ഉണ്ട്. അതല്ല, ഈ സർട്ടിഫിക്കറ്റ് ഈ പഠിച്ചിറങ്ങുമ്പോ ഇതിന്റെ സെറമണി ഒക്കെ ഉണ്ടാവോ? നടത്താറുണ്ട്. നമുക്ക് ഇനി കിടക്കുമല്ലേ ഒരു 8-9 മാസം. ശരി, ഓക്കെ. താങ്ക് യു മാം. ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ ഇതൊക്കെ സംസാരം കേട്ടപ്പോ എനിക്ക് നല്ലൊരു ഇതായി. നല്ല ക്ലാസ് ആയിരുന്നു മാമിന്റെ. മാം, ഞാൻ ഇതുവരെ റെക്കോർഡിംഗ് ക്ലാസ് ആയിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇന്നിപ്പോ ആദ്യമായിട്ട് ഞാൻ ലൈവിൽ കയറിയത്. അപ്പോ ഭയങ്കര സന്തോഷം. നല്ല രസമുണ്ട് മാമിന്റെ ഒപ്പം ഇരിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Bye.